മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നവോദയ പരീക്ഷയ്ക്കും മറ്റു പരീക്ഷകൾക്കുമുള്ള ടോപ്പ് 10 ട്രിക്സ് ഇൻ മാത്തമാറ്റിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 7, 6, 5, 4, 3, 2, 5 എന്ന സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? ഇതൊരു മത്സര പരീക്ഷയാണ്, വളരെ വേഗത്തിൽ ചെയ്യണം. അതിനായുള്ള സൂത്രമാണ് ഒന്നിലൊട്ട സംഖ്യകളുടെ തുക കണക്കാക്കുക. 7 + 5 + 3 + 5, 7 + 5 + 3 + 5 = 20. അടുത്ത ഒന്നിലൊട്ട സംഖ്യകളുടെ തുക കാണുക. 6 + 4 + 2, 6 + 4 + 2 ഇത് 12 ആണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുക. ഒന്നിരവട്ട സംഖ്യകളുടെ തുകയുടെ വ്യത്യാസം കണക്കാക്കുക. ഇവിടെ മൈനസ് ചെയ്തപ്പോൾ വ്യത്യാസം 8 ആണ്. അതായത് ഇത്രയും വലിയ സംഖ്യയെ 11 കൊണ്ട് നിശേഷം ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 8. ഇതാണ് ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 51 + 52 + 53 + എക്സെട്ര + 60 വരെ 51 തൊട്ട് 60 വരെ സംഖ്യകളുടെ തുക കണക്കാക്കാനാണ്. ഇവിടെ ആദ്യം 55 എഴുതുക. അതിൻ്റെ വലതു ഭാഗത്ത് ഒരു 5 ചേർത്താൽ മതിയാവും. നടുവിലെ സംഖ്യ 55 എഴുതുക, പിന്നെ ഒരു 5 ചേർത്താൽ മതിയാവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 101 + 102 + 103 + എക്സെട്ര + 110 വരെയുള്ള തുക കാണാൻ 105 എഴുതുന്നു, വലതുഭാഗത്ത് ഒരു 5 എഴുതുന്നു. ഇത്തരത്തിൽ ഈ സംഖ്യകളുടെ തുക നമുക്ക് 10 സംഖ്യകളുടെ തുടർച്ചയായ 10 സംഖ്യകളുടെ തുക നമുക്ക് ഇത്തരത്തിൽ 101 തൊട്ട് 110 വരെ, നേരത്തേക്കുള്ള കണക്കിൽ 51 തൊട്ട് 60 വരെ അത്തരമുള്ള സംഖ്യകളുടെ തുക കണക്കാക്കാൻ ഞാൻ ഇവിടെ 105 എഴുതി, 5 എഴുതി. നേരത്തെയുള്ള കണക്കിൽ അതുപോലെ തന്നെ നടുവത്തെ സംഖ്യ 5 വരുന്ന എഴുതി, വലതു ഭാഗത്ത് 5 എഴുതുന്നു.